ശങ്കുട്ടിദാസ്, ഇവിടെ രാഷ്ട്രീയമായി കൂടി നോക്കുമ്പോൾ നിലവിൽ ഒരു കോർപ്പറേഷനും ഇല്ല, 2 മുനിസിപ്പാലിറ്റിയാണ് BJPക്കുള്ളത്, കാര്യമായ നമ്പേഴ്സ് ഇല്ല, ജില്ലാ പഞ്ചായത്തുകളില്ല. നമ്മളിതിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സലായി കാണണമല്ലോ. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ 2 പക്ഷത്തു നിന്നുള്ള വോട്ടിംഗ് ജയസാധ്യത കൂടി കണക്കിലെടുത്താവും. ഇപ്പൊ താങ്കൾ പറഞ്ഞു ആന്റി ഇൻകംബൻസിയുടെ ഗുണഭോക്താവ് BJP ആയി മാറും എന്ന്. നിനക്ക് പിടിച്ചില്ലേ? BJPയെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി എന്തെങ്കിലും പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾ 2ാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം കോർപ്പറേഷനും നിങ്ങൾക്ക് MP ഉള്ള തൃശൂർ കോർപ്പറേഷനും ഒക്കെ ജയിക്കണ്ടേ? 2 കോർപ്പറേഷനെങ്കിലും ജയിക്കാതെ BJPയെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ആത്മവിശ്വാസത്തോടു കൂടി പോകാനുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ടോ? വ്യക്തമായി പറഞ്ഞാലേ മുതലാളിക്ക് മനസ്സിലാവും. നമ്മുടെ ഒരു പൊതുവെയുള്ള വോട്ടിംഗ് ശൈലി എങ്ങനെയാണ്? ഒരാളെ റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. LDF ഭരിച്ചു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് അവർ അത്രയും മടുക്കുകയും വെറുക്കുകയും ചെയ്യുന്നതുകൊണ്ട് LDFനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സ്വാഭാവിക ഗുണഭോക്താവ് അപ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന UDF ആവുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു ചിത്രം. അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. ഓരോ തവണയും ഈ വറചട്ടിക്കും എരി നീൽക്കിടയിൽ നിന്ന് തന്നെ ഒന്നിനെ തിരഞ്ഞെടുക്കുന്ന, ചെകുത്താനും കടലിനിടയിൽ നിന്ന് മാത്രം ചോയ്സ് സ്വീകരിക്കുന്ന, വലത്തെ കാലിലെ വന്ന് ഇടത്തെ കാലിലേക്ക് മാറ്റുന്ന നമ്മുടെ ശൈലിയുടെ കുഴപ്പം ഈ നെഗറ്റീവ് വോട്ടിംഗ് ആണ്. ജയിപ്പിക്കാനല്ല വോട്ട് ചെയ്യുന്നത്, ആരെങ്കിലും തോൽപ്പിക്കാനാണ് വോട്ട് എന്നുള്ളതാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അവിടെയാണ് അങ്ങ് പറഞ്ഞ കാര്യത്തെ ഞങ്ങൾ തിരുത്തുന്നത്. ശ്രീ അമിത്ഷാ ഇത്തവണ തിരുവനന്തപുരത്ത് വെച്ച് വാർഡ് തല നേതൃയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, എല്ലാ തവണത്തെയും പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനലല്ല നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ എന്നാണ്. കുഴപ്പമില്ല, കൂടുതൽ കുഴപ്പമുണ്ടാകുന്നതിന് ഞാൻ പോകാം, അതല്ലേ നല്ലത്. ഇതിനെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മത്സരമായിട്ട് ഞങ്ങൾ കാണുന്നത്. കാരണം മലയാളിയുടെ മൈൻഡ് സെറ്റിനെ തന്നെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ബിൽഡ് ചെയ്യാനുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇതിന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ ഇതിലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. അതായത് BJPക്ക് വോട്ട് ചെയ്താൽ BJP ജയിക്കും. LDFനെ തോൽപ്പിക്കാൻ എപ്പോഴും UDFനെ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു വിന്നബിലിറ്റി എന്ന് പറയുന്ന സംഗതിയുണ്ട്. BJPക്ക് വോട്ട് ചെയ്താലും BJP ജയിക്കില്ല, അതുകൊണ്ട് LDF തന്നെ ഭരിക്കും, അതുകൊണ്ട് UDFന് വോട്ട് കൊടുക്കാമെന്ന മനോഭാവത്തിൽ നിന്ന് മാറി നിങ്ങൾ വോട്ട് ചെയ്താൽ BJPക്ക് ജയിക്കാൻ പറ്റുമെന്നും ജയിച്ചാൽ ഞങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നും കാണിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നോക്കൂ, ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ ആനുകൂല്യമുണ്ട്. എന്താണ്? 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്താണ്, 8 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്താണ്. വളരെ നേരിയ വ്യത്യാസത്തിൽ 2ാം സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുള്ള 6 മണ്ഡലങ്ങൾ കൂടിയുണ്ട്. അതായത് 25 മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മത്സരം നടത്താൻ ശേഷിയുള്ള ഒരു സംവിധാനമായിട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ട്. ചേട്ടൻ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ച് നോക്ക്. ഒരു ഇലക്ഷൻ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും. അത്രയ്ക്ക് നല്ല പേരാ എനിക്ക് അവിടെ. 20% വോട്ടിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. 20% എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് സെഫോളജിയിൽ. 20% ബാരിയർ എന്ന് പറയും. ഏതെങ്കിലും ഒരു പാർട്ടി 20% കടമ്പ മറികടന്നാൽ പിന്നെ അത് കേവലം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, അതൊരു സോഷ്യൽ ഫോഴ്സ് ആണ്. എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരെയുള്ളൂ. ഫോഴ്സ് ആണ്. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സമൂഹത്തിൽ ചർച്ചകൾ സാധ്യമല്ലാത്ത രീതിയിൽ ഒരു ശക്തിയായി മാറുന്ന ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? BJPയുടെ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ചാൽ ഏതെങ്കിലും സംസ്ഥാനത്ത് BJP ഏതെങ്കിലും ഘട്ടത്തിൽ 20% വോട്ട് ഷെയർ മറികടന്നിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനം BJP പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ 20% മാർക്ക് കടന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ വലിയൊരു ലക്ഷ്യം വെച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം 25% വോട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, ഒരു ബമ്പ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നിനക്ക് നഷ്ടപ്പെടുന്ന വെറും ഒരു തരി പൊന്ന് കിട്ടുന്നതോ പുതിയൊരു ഇന്ത്യ. 5% ജമ്പിനെയാണ് ഈ സെഫോളജിയിൽ ബമ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബമ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വല്ലാത്തൊരു മുന്നേറ്റം സ്വാഭാവികമായി തന്നെ നൈസർഗികമായി തന്നെ സംഭവിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? കേരളത്തിലെ 6 കോർപ്പറേഷനിൽ ഒരു കോർപ്പറേഷനെങ്കിലും ജയിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ 87 മുനിസിപ്പാലിറ്റികളിൽ 20 മുനിസിപ്പാലിറ്റികൾ ജയിക്കുക എന്നുള്ളതാണ്. എന്റെ വിജയത്തിന് വേണ്ടി ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിക്കണേ. ഇന്ന് 971 ഗ്രാമപഞ്ചായത്തുകളിൽ 200ഓളം ഗ്രാമപഞ്ചായത്തുകൾ ജയിക്കുക എന്നുള്ളതാണ്. 20,000-ഓളം വാർഡുകളിൽ 23,000 വാർഡുകളാണുള്ളത്. 20,000 വാർഡ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. ഏറ്റവും അധികം വാർഡുകൾ സ്ഥാനാർത്ഥി നിർത്തുന്നത് ഞങ്ങളാണ്. ഇത്തവണ 6,000 വാർഡുകൾ ജയിക്കുക എന്നുള്ളതാണ്. നീ ഒതുക്കി കിടന്നോ? അപ്പൊ കഴിഞ്ഞ തവണത്തെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ BJP നേടിയിട്ടുള്ള 2 ഇരട്ടിയുടെ വർധന വളരെ ടാഞ്ചിബിളായി നിൽക്കുകയും അത് BJPക്ക് വോട്ട് ചെയ്യാനുള്ള ആത്മവിശ്വാസം ജനങ്ങളിൽ സൃഷ്ടിക്കുകയും ചെയ്താൽ 2026 ഞങ്ങൾക്ക് സ്വാഭാവികവും നൈസർഗികവുമായിട്ടുള്ള ജയം ഉണ്ടാവുന്നുള്ളതാണ്. ഈ കള്ളനെങ്ങാനും അടുത്ത ഇവിടുത്തെ തമ്പുരാനായാൽ എന്റെ അമ്മേ, എന്റെ അമ്മേ, എനിക്കത് ആലോചിക്കാൻ വയ്യ. ശബരിമലയൊന്നും കാര്യമായി അങ്ങനെ കത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ വേളയിൽ അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി വന്നത്. കുറെ കൂടി
അടിസ്ഥാന വിഷയങ്ങൾ ജനങ്ങൾ സംസാരിക്കുന്നു എന്ന് തോന്നി. കേരളത്തിലൊരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടോ? എന്താണ് അവസ്ഥ? അതാ നിന്റെ വിഷമം. അങ്ങയുടെ ചോദ്യത്തിലെ ധ്വനി ശബരിമല അല്ലെങ്കിൽ വിശ്വാസം എന്നത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന പ്രശ്നമല്ല എന്നുള്ളതാണ്. ആളുകളുടെ അടിസ്ഥാന വിഷയങ്ങൾ എന്ന് പറയുന്നതിൽ അവരുടെ വിശ്വാസമോ അവരുടെ ഭക്തിയോ അവരുടെ ദേവതകളോടുള്ള അവരുടെ ആരാധനാ മനോഭാവമോ ഒന്നും ഉൾപ്പെടുന്നില്ല എന്നുള്ളത് ഒരു തെറ്റായ ഇടതുപക്ഷ വായനയാണെന്ന് ഞാൻ പറയുള്ളൂ. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല എന്നൊരു പ്രസിദ്ധമായ പ്രയോഗം ഉണ്ടല്ലോ. അതുപോലെയുള്ള വിഷയങ്ങളുണ്ടല്ലോ, ജീവൽ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയാവുന്നത്, അതുപോലത്തെ വിഷയങ്ങളാണ് ഉദ്ദേശിച്ചത്. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം ഉണ്ട്. പൈങ്കിളി വിഷയങ്ങളോ ഇക്കിളി വിഷയങ്ങളോ മാത്രം ചർച്ച ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാത്തൊരു തെരഞ്ഞെടുപ്പല്ല ഇത്. ഇവിടെ രണ്ട് പ്രബല മുന്നണികളും അവർ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ള അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ദൗർബല്യം ജനങ്ങൾക്ക് മുമ്പിൽ അനാവൃതമായിട്ടൊരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നീ ഇതുപോലെ വേഷം കെട്ടി എത്ര മോഷണം നടത്തി, എത്ര കൊലപാതകം നടത്തി, എല്ലാം ഞാൻ തെളിയിക്കൂടാ. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണത്തിന് കീഴിൽ നടക്കുന്ന അഴിമതി, കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതിത്വം, അക്രമം എന്നീ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. കേരളത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ വൈകാരിക വിശ്വാസ കേന്ദ്രമായിട്ടുള്ള ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പന്റെ സ്വർണം തന്നെ കക്കാൻ ഇവർ തയ്യാറായി. ഇവര് നിയോഗിച്ചിട്ടുള്ള ഇവരുടെ പൊളിറ്റിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ഒരു ഗൂഢാലോചന നടത്തി കൃത്യമായിട്ടുള്ള പദ്ധതിയിലൂടെ സ്വർണം മോഷ്ടിച്ചു എന്ന് മാത്രമല്ല 6 വർഷത്തോളം ആ വിവരം മൂടി വെക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായപ്പോൾ മാത്രമേ അത് പുറത്തു വന്നുള്ളൂ. അതുവരെ ആളുകൾക്കെല്ലാം മാന്യന്മാരായിട്ട് നടക്കാനുള്ള സംരക്ഷണം കൂടി ഇവർ ഒരുക്കി കൊടുത്തു. ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്നത്. അതേപോലെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡിവൈഫൈ ആളുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അക്രമങ്ങൾ, പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും സാധിക്കാത്ത വിഷയങ്ങൾ. നമുക്ക് ഗോവിന്ദ മാഷ്ട വാർഡിൽ അദ്ദേഹത്തിന് ഇത്തവണയും വോട്ട് ചെയ്യാനുള്ള അവസരമില്ല. കാരണം അവിടെ ഏകപക്ഷീയമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുറെ കാലമായിട്ട് ഗോവിന്ദ മാഷ് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാർത്തയിൽ പറയുന്നത്. ഞാൻ ആരോ ഏട്ടാ? സൂക്ഷിക്കണം. ജനങ്ങളെ മറന്ന് പ്രവർത്തിച്ചാൽ അവർ പ്രതികരിക്കും ശക്തമായി തന്നെ. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമങ്ങളിൽ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യുകയാണ്. അതേപോലെ തന്നെ സ്വജനപക്ഷപാതിത്വവുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മുഖ്യമന്ത്രിക്ക് തന്നെ ED-യുടെ നോട്ടീസ് കിട്ടുന്ന, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വിധേയരായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണിത്. വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനമല്ലേ? അതേസമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ജനിതകമായിട്ടുള്ള ഒരു പെരുമാറ്റ വൈകല്യം അവരുടെ ഏറ്റവും യുവ MLA അവരുടെ പ്രോമിസിംഗ് MLA ആയിട്ട് അടുത്ത നേതാവായിട്ട് അവർ ഉയർത്തി കാണിച്ചിരുന്ന ആളിലൂടെ പുറത്തു വന്നെന്ന് മാത്രമല്ല അവിടെ ഞങ്ങൾ അയാളെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ന്യായം പറഞ്ഞു ഒഴിയാനുള്ള ഒരവസരവും ഇവർക്കില്ല. കാരണം ഈ കാര്യങ്ങളെ പറ്റി എല്ലാം മുൻകൂറായി നല്ല ധാരണയുണ്ടായിരുന്നതിന് ശേഷവും ഇവരെ പറ്റി പരാതികൾ നേരത്തെ തന്നെ കിട്ടിയതിന് ശേഷവും അതെല്ലാം മൂടി വെച്ചുകൊണ്ട് ഇയാളെ പാലക്കാട് പോലത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് കൊണ്ട് നിർത്തി MLA ആക്കി അധികാര സ്ഥാനത്ത് വന്ന് കൂടുതൽ ഇരകളെ സൃഷ്ടിക്കാനുള്ള അവസരം ഇവർ ഒരുക്കി കൊടുക്കുകയാണ്. നിന്റെ പാർട്ടി ചേരണം. നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാ, ആരും കൊതിക്കുന്ന പാർട്ടി. അവസാനം ഇരകളിലൂടെ വിവരം പുറത്തു വന്നപ്പോൾ മാത്രം മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നടപടി എടുക്കാൻ ഇവർ തയ്യാറായിട്ടുള്ളൂ. അല്ലാതെ ഇവർക്കിത് അറിയുകയും തടയാൻ സാധിക്കുകയും ചെയ്യുന്ന സമയത്തൊന്നും ഇവരത് ചെയ്തിട്ടില്ല. ഇയാളുടെ മൊമെന്റം ഇവർ ഉപയോഗിക്കുകയായിരുന്നു ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒക്കെ ഇങ്ങക്ക് വേണ്ടിയാ ആ വിചാരം ഇങ്ങക്ക് മതി. എല്ലാ തവണത്തെയും പോലെ ആ വികാരം ഇത്തവണ UDF-ന് അനുകൂലമാവുന്നില്ല എന്നുള്ളതാണ്. ആന്റി LDF ഫീലിംഗിന്റെ നാച്ചുറൽ ബെനിഫിഷ്യറി UDF ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണെന്നുള്ള ചിന്ത ജനങ്ങൾക്ക് ഇല്ല. കാരണം ഇവർ രണ്ടുപോലും ഒരുപോലെ കറക്റ്റ് ആണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ഫീലിംഗ് മാത്രമാണ്, പ്ലസ് ഫീലിംഗ് മാത്രമാണ്. നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ കഴിഞ്ഞ 10 വർഷത്തിൽ രാജ്യം ആർജിച്ചിട്ടുള്ള വലിയ വികസനവും വലിയ പുരോഗതിയും ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാവുന്ന തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ ആത്മാർത്ഥതയിൽ സംശയമുള്ളവർ കാണും, പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും വിശ്വനാഥന്റെ വാക്കിന്റെ വില.